ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിൻ്റെ ലേണിംഗ് സയൻസ് ത്രൂ കമ്പ്യൂട്ടർ എന്ന 7ാമത്തെ അധ്യായം ശാസ്ത്രപഠനം കമ്പ്യൂട്ടർ എന്ന പാഠഭാഗത്തിലെ ജിയോജിബ്രയുമായി ബന്ധപ്പെട്ട ഭാഗമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായി പോകുന്നത്. നമുക്ക് ഈ ഒരു മാപ്പിലേക്ക് നോക്കിയാൽ കാണാം, വ്യത്യസ്ത രാജ്യങ്ങൾ അവയുടെ പ്രദേശങ്ങൾ രേഖപ്പെടുത്തുന്നത് ലോഞ്ചിറ്റ്യൂഡും അതുപോലെ ലാറ്റിറ്റ്യൂഡും അക്ഷാംശങ്ങളും രേഖാംശങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഒരു പ്ലെയിൻ സർഫസിൽ ഒരു പോയിന്റിനെ നമുക്ക് രേഖപ്പെടുത്തണമെങ്കിൽ എക്സ് വൈ എന്ന് രണ്ട് ആക്സിസുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് രേഖപ്പെടുത്താം. ഇവിടെ ഒരു റെഡ് പോയിന്റിനെ നമുക്ക് എക്സ് 1ഉം വൈ 2ഉം ഇങ്ങനെ 1,2 എന്ന രൂപത്തിൽ ഇതിലേക്ക് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ഈ ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള പരിശോധിക്കാം. അതിനു മുമ്പ് എങ്ങനെയാണ് ഈ ജിയോജിബ്ര എന്ന വാക്ക് വന്നിരിക്കുന്നത് എന്നൊന്ന് പരിചയപ്പെടാം. ജിയോമെട്രി, അൽജിബ്ര, ഈ രണ്ട് വാക്കുകൾ കമ്പൈൻ ചെയ്തുകൊണ്ടിട്ടാണ് ജിയോജിബ്ര എന്നൊരു വാക്ക് വന്നിരിക്കുന്നത്. ജ്യാമിതീയ രൂപങ്ങളും അതുപോലെ എക്സ് വൈ ഉപയോഗിക്കുന്ന ആ ഒരു ഇക്വേഷൻസും ഈ രണ്ടും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് രണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഈ ജിയോജിബ്രയിലുള്ളത്. നമുക്ക് ആദ്യമായി ജിയോജിബ്ര ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിന് നമുക്ക് സെർച്ച് എന്ന ഭാഗത്തിലേക്ക് പോകുന്നു. അതിനുശേഷം ജിയോജിബ്ര എന്ന് സെർച്ച് ചെയ്യുന്നു. ജിയോജിബ്ര ഓപ്പണായി വന്നിരിക്കുകയാണ്. ഇവിടെ ഇടതുഭാഗത്ത് അൽജിബ്ര എന്നൊരു ഭാഗം കാണാം, അതുപോലെ ഇവിടെ ഗ്രാഫിക്സ് എന്ന് കാണാം. ഇനി ഈ അൽജിബ്ര എന്നുള്ള ഈ ഒരു ഭാഗം കാണുന്നില്ല എങ്കിൽ വ്യൂ ഓപ്ഷനിൽ ഈ അൽജിബ്ര എന്നുള്ള ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൽജിബ്ര എന്നുള്ള ഒരു ഭാഗം നമുക്ക് വരുന്നതാണ്. ഇന്ന് നമ്മുടെ മുൻ ക്ലാസ്സുകളൊക്കെ തന്നെ പഠിച്ചിട്ടുണ്ട്. ഒരു പോയിന്റ് നമുക്ക് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പോയിന്റ് എന്നൊരു ഭാഗമുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഇങ്ങനെ രേഖപ്പെടുത്താം. ഈ ഒരു പോയിന്റ് 2,3, അതായത് എക്സ് എന്ന് പറയുന്നത് 2ഉം വൈ എന്നത് 3. ഇനി മറ്റൊരു പോയിന്റ് നമുക്കൊന്ന് രേഖപ്പെടുത്താം. ഇത് എക്സ് 4ഉം വൈ 1ഉമാണ്. 4, 1 എന്നൊരു പോയിന്റാണ്. ഇനി ഈ ഒരു പോയിന്റിലൂടെ ഒരു ലൈൻ കടന്നു പോകണമെങ്കിൽ, ലൈൻ വരയ്ക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ലൈൻ എന്നുള്ളത് എടുക്കാം, അല്ലെങ്കിൽ സെഗ്മെൻറ്റുകൾ എടുക്കാം. അപ്പോൾ ലൈനാണ് എടുക്കുന്നതെങ്കിൽ ലൈൻ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് ഈ ഒരു പോയിന്റിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു ലൈൻ വരുന്നു. ഇത്തരത്തിലാണ് നമ്മളൊരു ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ പോയിന്റുകൾ രേഖപ്പെടുത്തുകയും ലൈൻ വരയ്ക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് ഇൻപുട്ട് മെത്തേഡുകൾ വഴി ഇതേ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഇതിൻ്റെ താഴ്വശത്ത് ഇൻപുട്ട് എന്ന് കാണാം. ഇതേ കാര്യങ്ങൾ തന്നെ നമുക്കൊന്ന് ഇൻപുട്ട് ഉപയോഗപ്പെടുത്തി തന്നെ ഒന്ന് ചെയ്യുകയാണ്. നമുക്ക് ഇനി ഇൻപുട്ട് മെത്തേഡ് വഴി ഇത് ചെയ്യുന്നതിന് വേണ്ടി ഒരു പേജ് ഒന്ന് കളയുകയാണ്. അതിനുവേണ്ടി വീണ്ടും ഫയൽ എന്നതിൽ ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് പ്രത്യേകിച്ച് സേവ് ചെയ്യുന്നില്ല, ഡോണ്ട് സേവ്. പോയിന്റുകൾ നൽകുന്ന ഇൻപുട്ട് മെത്തേഡ് വഴി നമുക്കൊന്ന് കൊടുക്കാം. അതിനിവിടെ ഇൻപുട്ട് എന്നുള്ള ഭാഗത്ത് എ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റിൽ 2,3 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റ് അവിടെ വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് ബി എന്നൊരു മറ്റൊരു പോയിന്റാണ്. ബി നമുക്ക് 4,1 എന്ന് കൊടുത്ത് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോഴേക്കും ആ ഒരു പോയിന്റ് അവിടെ വരുന്നുണ്ട്. ഇനി രണ്ട് പോയിന്റുകളെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ പോകുന്നതിന് വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. ഈ എക്സും വൈയും കൂടെ ചേർന്നാൽ വരുന്നത് 5 എന്നുള്ള 2 + 3 5 അതുപോലെ 4ഉം 1ഉം 5. അപ്പോൾ അത്തരത്തിലൊരു ഇക്വേഷൻ നമുക്കൊന്ന് എൻ്റർ ചെയ്യാം. എക്സ് പ്ലസ് വൈ = 5 എന്ന് ടൈപ്പ് ചെയ്യുന്ന എൻ്റർ കീ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിലൂടെ ഒരു ലൈൻ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. ടെക്സ്റ്റ് ബുക്കിൽ ഇത്തരത്തിലുള്ള പോയിന്റുകൾ നിർമ്മിച്ചുകൊണ്ട് അതിനോട് ലൈൻ സെഗ്മെൻറ്റ് കണക്ട് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള പരിശോധിക്കാം. നമ്മൾ ജിയോജിബ്രയിലേക്ക് വരുന്നു. നമുക്ക് വീണ്ടും ഒരു ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഫയൽ ന്യൂ എടുക്കുന്നു. നമ്മൾ പ്രത്യേകിച്ച് സേവ് ചെയ്യുന്നില്ല, ഡൗൺ സേവ് കൊടുക്കുന്നു. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതായതുകൊണ്ട് പരീക്ഷയ്ക്കാണെന്നുണ്ടെങ്കിൽ അത് സേവ് ചെയ്ത് ആ ഒരു നമ്പറിൽ സേവ് ചെയ്യുക. നമ്മളൊരു പുതിയൊരു ജിയോജിബ്ര പേജ് എടുത്തിരിക്കുകയാണ്. നമുക്കതിലേക്ക് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ആ പോയിന്റുകളൊക്കെ തന്നെ നമുക്ക് കൊടുക്കാം. ഈ ഒരു പോയിന്റിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് നോക്കിക്കാണാം. ഇതെല്ലാം എക്സ് എന്ന് പറയുന്നത് 1 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ് 1ഉം അതുപോലെ വൈ മാത്രമാണ് ചേഞ്ച് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തുകൊണ്ട് നമുക്കൊരു സെഗ്മെൻറ്റ് വരയ്ക്കുക എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇൻപുട്ട് എന്ന ഭാഗത്തേക്ക് വരികയാണ്. അവിടെ നമുക്ക് എ എന്നുള്ളത് 1,2 കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഒരു പോയിന്റ് വരുന്നു. അതിനുശേഷം ബി എന്നുള്ളത് 1,3 കൊടുക്കുന്നു. ഇത്തരത്തിലെല്ലാ പോയിന്റുകളും നമുക്ക് കൊടുക്കാം. അങ്ങനെ 4 പോയിന്റുകൾ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. എക്സ് എല്ലാത്തിൻ്റെയും 1 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വൈ മാത്രമാണ് 2, 3, 4, 5 അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ടൊരു സെഗ്മെൻറ്റ് വരയ്ക്കാം. അതിനുവേണ്ടി നമ്മൾ ഇൻപുട്ട് എന്ന ഭാഗത്തേക്ക് സെഗ്മെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്യണം. എസ് ക്യാപിറ്റലാണ്. സെഗ്മെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ വരുന്നുണ്ട് സെഗ്മെൻറ്റ് പോയിന്റ്, പോയിന്റ്. ആ ഒരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പോയിന്റുകൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് കൊടുക്കാം. നമുക്ക് കൊടുക്കേണ്ട പോയിന്റ്
ക്യാപിറ്റൽ ലെറ്റർ എ കോമ ക്യാപിറ്റൽ ലെറ്റർ ഡി. അങ്ങനെ 2 പോയിന്റുകളും കൊടുത്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഒരു സെഗ്മെൻറ്റ് വന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു സെഗ്മെൻറ്റ് 2 വശത്തേക്ക് മുകളിലേക്കും താഴേക്കും എക്സ്റ്റെൻഡ് ചെയ്താൽ അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും ലഭിക്കുക. ആ ഒരു സ്ട്രൈറ്റ് ലൈനെ നമുക്ക് വേണമെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്ക് ഇൻപുട്ട് എന്ന ഭാഗത്ത് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെഗ്മെൻറ്റിനെ കടന്നു പോകുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് ലഭിക്കുക. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻസ് എല്ലാം നമുക്ക് ഇതിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് പരിശോധിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻസ് ഇതാണ്. വൈ ഇസ് ഈക്വൽ ടു 2, എക്സ് ഇസ് ഈക്വൽ ടു വൈ. ഈ ഇക്വേഷൻസ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ വരുന്ന ഫീച്ചേഴ്സ് ഈ ഒരു ടേബിളിലേക്ക് എഴുതാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഓരോ ഇക്വേഷൻസ് ആയിട്ട് കൊടുത്ത് അതിൻ്റെ പ്രത്യേകതകളൊന്ന് കണ്ടെത്താം. നമുക്ക് ആ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജിയോജെബ്രയുടെ ഒരു പുതിയ ഒരു പേജ് നമുക്ക് എടുക്കാം. ഫയല് ന്യൂ വഴി പുതിയൊരു പേജ് നമ്മൾ എടുക്കുകയാണ്. ഇനി ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഓരോ ഇക്വേഷൻസ് ആയിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ വൈ ഇസ് ഈക്വൽ ടു 2 എന്നുള്ളതാണ്. വൈ ഇസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വൈ ആക്സിസിൽ 2 സെൻറ്റിമീറ്റർ മാറി ഒരു സ്ട്രൈറ്റ് ലൈൻ, ഒരു ഹൊറിസോണ്ടൽ ലൈനായിട്ട് വരുന്നത് കാണാം. ഇപ്പോൾ 2 എന്ന ഒരു ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു വൈ എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എക്സും വൈയും 0 എന്ന ഒരു പോയിന്റിലൂടെ ഒരു ലൈൻ കടന്നു പോയിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5 എന്ന് നൽകിയപ്പോൾ വീണ്ടും ഒരു ലൈൻ വന്നിട്ടുണ്ട്. ഈ ഒരു ലൈനിൻ്റെ പ്രത്യേകത ഏത് സ്ഥലത്ത് നോക്കിയാലും എക്സിൽ നിന്നും വൈ മൈനസ് ചെയ്താൽ 5 എന്നുള്ള വാല്യൂ ആണ് കിട്ടുക. നമുക്ക് ഈ ഒരു പോയിന്റ് പരിശോധിക്കാം. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 9 ആണ്, വൈ എന്നത് 4 ആണ്. അപ്പോൾ 9ൽ നിന്നും 4 കുറച്ച് കഴിഞ്ഞാൽ 5 ആണ് കിട്ടുക. അത് ഏത് പോയിന്റിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനി അടുത്തൊരു ഇക്വേഷൻ നമുക്ക് പരിശോധിക്കാം. വൈ ഇസ് ഈക്വൽ ടു 2x. ഇപ്പോൾ ഇവിടെ മറ്റൊരു ലൈനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ലൈൻ പരിശോധിച്ചാലും വൈയുടെ വാല്യൂ എക്സിൻ്റെ ഡബിൾ തന്നെയായിരിക്കും. ഇനി അടുത്തൊരു ഇക്വേഷൻ പരിശോധിക്കാം. 2x പ്ലസ് വൈ ഈക്വൽ ടു 5. ഇപ്പോൾ ഈ ഒരു ലൈൻ പരിശോധിച്ചാലും എക്സിൻ്റെ ഇരട്ടിയും അതുപോലെ വൈയുമായി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു 5 എന്നൊരു വാല്യൂ ആണ് നമുക്ക് ലഭിക്കുക. നമുക്ക് ഈ ഒരു പോയിന്റ് നോക്കിയാൽ എക്സ് എന്ന് പറയുന്നത് 2 ആണ്. ഇപ്പോൾ 2x എന്ന് പറയുമ്പോൾ 4 ആയിരിക്കും. 4 + 1 5. അപ്പോൾ ആ ഒരു ഇക്വേഷൻ കൃത്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ലൈൻ തന്നെയാണ് നമുക്കവിടെ ലഭിക്കുക. അതിൻ്റെ ഫീച്ചേഴ്സും ഈ ഒരു ടേബിളിലേക്ക് നമുക്ക് പൂർത്തിയാക്കാം. നമുക്കിനി പരിചയപ്പെടേണ്ട മറ്റൊരു ക്യാരക്ടറാണ് ക്യാരറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ സ്ക്വയറുകൾ രേഖപ്പെടുത്താം. അപ്പോൾ ഇവിടെ വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വൈ ഇസ് ഈക്വൽ ടു എക്സിന് ശേഷം ഈ ഒരു ചിഹ്നം, ഈ ക്യാരറ്റ് എന്ന ഒരു ചിഹ്നം ലഭിക്കുന്നതിന് വേണ്ടി ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് 6 എന്ന ആ ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാരറ്റ് സിമ്പിൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സിമ്പിൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടാണ് നമുക്ക് ഇനി ഇക്വേഷൻസ് ടൈപ്പ് ചെയ്യേണ്ടത്. നമുക്കിനി വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നൊന്ന് ടൈപ്പ് ചെയ്യണം. അതിനുവേണ്ടി ഈ ഒരു അൽജിബ്ര ഞാൻ ഡിലീറ്റ് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡിലീറ്റ് ഓപ്ഷൻ വഴി അതിന് കളയാം. അതിനുശേഷം ഇൻപുട്ട് എന്ന ഭാഗത്ത് വൈ ഇസ് ഈക്വൽ ടു എക്സ് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് 6 എന്ന കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ക്യാരറ്റ് എന്നൊരു ചിഹ്നം അവിടെ വരുന്നു. അതിനുശേഷം 2 എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇക്വേഷൻ അവിടെ വരുന്നു. വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ളത് ഒരു പാരാബോളയാണ്. ഈ പരാബോളയുടെ പ്രത്യേകത വൈയുടെ വാല്യൂ ഏത് പോയിന്റ് നോക്കിയാലും എക്സ് സ്ക്വയർ തന്നെയായിരിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് അങ്ങനെ കൃത്യമായി വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പോയിന്റ് നൽകുകയാണ്. എക്സ് 2 വൈ 4 എന്നൊരു പോയിന്റ് കൊടുത്തു കഴിയുമ്പോൾ കൃത്യമായിട്ട് അവിടെ തന്നെ വരുന്നുണ്ട്. അതായത് എക്സ് 2 അതിൻ്റെ സ്ക്വയർ വാല്യൂ ആണ് വൈ ലഭിക്കുക. വൈ ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എക്സിൻ്റെ സ്ക്വയർ വാല്യൂ. അത് കൃത്യമായിട്ട് ആ പരാബോളയുടെ ഒരു പോയിന്റിൽ തന്നെ സാറ്റിസ്ഫൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് കാൽക്കുലേഷൻസ് നമുക്ക് നോക്കാം. ഇവിടെ ഇവാല്യൂഷൻ എന്ന രൂപത്തിലും മോർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് കുറച്ച് ചോദ്യങ്ങൾ എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് പരിശോധിക്കാം. നമുക്ക് അടുത്തതായിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 എന്ന് നൽകിക്കൊണ്ടൊരു സർക്കിൾ നമുക്ക് വരയ്ക്കാം. ഇവിടെ എക്സ് സ്ക്വയർ കൊടുക്കുന്നതിന് ക്യാരറ്റ്, അതിനുശേഷം 2 എക്സ് സ്ക്വയർ പ്ലസ് വൈ ക്യാരറ്റ് 2 ഈക്വൽ ടു 2 എന്ന് ക്ലിക്ക് ചെയ്ത സമയത്ത് അവിടെ നമുക്കൊരു റേഡിയസ് ആയിട്ടുള്ളൊരു 1.4 റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കിൾ അവിടെ വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു സർക്കിൾ വരയ്ക്കാം. നമുക്ക് റേഡിയസ് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു സർക്കിൾ ഒന്ന് വരയ്ക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് എക്സ് സ്ക്വയർ x² 2 plus y
വൈ സ്ക്വയർ 2 ഈക്വൽ ടു നമുക്ക് 2 റേഡിയസ് ഉള്ള ആ ഒരു സർക്കിളാണ് നമുക്ക് വരയ്ക്കേണ്ടതെങ്കിൽ നമുക്കവിടെ കൊടുക്കേണ്ടത് 4 എന്ന് കൊടുക്കാം. ഇപ്പോൾ 4 എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവിടെ കാണാം 2 റേഡിയസ് ഉള്ള, അതായത് സ്ക്വയർ റൂട്ടാണ് റേഡിയസ് ആയിട്ട് വരും. റേഡിയസ് കൂടെ നമുക്കൊന്ന് വരയ്ക്കാം, ഒരു സർക്കിൾ കൂടെ വരയ്ക്കാം. വൈ സ്ക്വയർ 2 ഈക്വൽ ടു നമുക്ക് 4 സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോൾ 4 സ്ക്വയർ എന്ന് കൊടുത്തപ്പോൾ കൃത്യമായിട്ട് ആ 4 സെൻറ്റിമീറ്ററുള്ള റേഡിയസ് അവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് പരിശോധിക്കാം. ഇവിടെ വൈ ആക്സിസിന് പാരലായിട്ട് ലൈൻ വരുന്നത് ഈ ഓപ്ഷൻസിൽ ഏതാണ് എന്നുള്ളത് നമുക്കറിയാം. വൈ ആക്സിസിന് പാരലായിട്ട് വരണമെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എന്ന് കൊടുക്കുന്നതാണ് പാരലായിട്ട് വരും. നമുക്കൊന്ന് പരിശോധിക്കാം. ഇസ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കുമ്പോൾ വൈ ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യം, A1,5. നമുക്കറിയാം എക്സ് ആക്സിസ് 1ഉം വൈ ആക്സിസ് 5ഉമായിട്ടുള്ളൊരു പോയിന്റ് നിർമ്മിക്കുക എന്നുള്ളതാണ് ഈ ഒരു കോഡിൻ്റെ അർത്ഥം. നമുക്ക് ശരിയാണെന്ന് പരിശോധിക്കാം. A ബ്രാക്കറ്റിൽ 1,5 എൻ്റർ ചെയ്യാൻ നമുക്കറിയാം. എക്സ് ആക്സിസ് 1ലും വൈ ആക്സിസ് 5ലുമായ ഒരു പോയിൻ്റാണ് അവിടെ രൂപപ്പെട്ട് വരുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യം എന്ന് പരിശോധിക്കാം. ഡ്രോ എ സർക്കിൾ വിത്ത് സെൻറ്റർ 1,4. അപ്പോൾ 1,4 എന്നുള്ളൊരു പോയിൻ്റ് ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം റേഡിയസ് 2 ഉള്ള ഒരു സർക്കിൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ജിയോജിബ്രയിലേക്ക് പോകാം. ആദ്യമായി നമുക്കൊരു പോയിൻ്റ് നിർമ്മിക്കുകയാണ്. A1,4 എന്നൊരു പോയിൻ്റ് നമ്മൾ നിർമ്മിക്കുന്നു. ആ പോയിൻ്റ് അവിടെ വന്നിട്ടുണ്ട്. ആ പോയിൻ്റ് കേന്ദ്രീകൃതമായിക്കൊണ്ടൊരു സർക്കിള് വരയ്ക്കുക എന്നുള്ളതാണ് ചോദ്യം. റേഡിയസ് 2 ഉള്ള ഒരു സർക്കിളാണ് നമുക്ക് നിർമ്മിക്കേണ്ടത്. നമുക്ക് ഇൻപുട്ട് എന്ന ഭാഗത്തേക്ക് വരുന്ന അവിടെ സർക്കിൾ എന്ന് ടൈപ്പ് ചെയ്യുന്നു. സർക്കിൾ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം വരുന്ന ആ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാം പോയിൻ്റ് റേഡിയസ് നമ്പർ. ഈ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ പോയിൻ്റ് എന്ന ഭാഗത്ത് നമ്മളിപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന പോയിൻറ്റിൻ്റെ പേര് എ എന്നാണ്. ആ എ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ക്യാപിറ്റൽ ലെറ്റർ തന്നെ കൊടുക്കുക. അതിനുശേഷം റേഡിയസ് നമ്പർ 2 ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ 2 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു 2 റേഡിയസിലുള്ള ഒരു സർക്കിൾ അവിടെ രൂപപ്പെട്ട് വരുന്നതായിട്ട് കാണാം. അടുത്ത ചോദ്യത്തിൽ പറയുന്നത് ഡ്രോ ലൈൻ സെഗ്മെൻറ്റ് വൈ ഈക്വൽ ടു 2. വൈ ഈക്വൽ ടു എന്നൊരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുക. അതുപോലെ വൈ ഈക്വൽ 2x എന്ന മറ്റൊരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻസ് പോയിൻ്റ് കണ്ടെത്തുക എന്നുള്ളത്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പരിശോധിക്കാം. ജിയോജിബ്രയിലേക്ക് വരും. നമുക്ക് ഓൾറെഡി ചെയ്ത് വെച്ച് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് കളഞ്ഞു. നമുക്കിനി ആദ്യം ചെയ്യേണ്ടത് വൈ ഈക്വൽ ടു 2 എന്നുള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുകയാണ്. വൈ ഈക്വൽ ടു 2. അതുപോലെ തന്നെ വൈ ഈക്വൽ ടു 2x. ഇങ്ങനെ 2 ലൈൻ സെഗ്മെൻറ്റുകൾ വരയ്ക്കുകയാണ്. ഇതിൻ്റെ ഇൻ്റർസെക്റ്റ് പോയിൻ്റ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് വീണ്ടും ഇൻപുട്ട് എന്ന ഭാഗത്ത് ഇൻ്റർസെക്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ക്യാപിറ്റൽ IN ഇൻ്റർസെക്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാം ഇൻ്റർസെക്റ്റ് ആദ്യത്തെ ആ ഒരു ഒബ്ജക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ ആദ്യത്തെ ഒബ്ജക്റ്റ് വൈ ഈക്വൽ ടു 2 എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒബ്ജക്റ്റ്. രണ്ടാമത്തെ ഒബ്ജക്റ്റ് എന്നുള്ളത് വൈ ഈക്വൽ ടു 2x എന്നുള്ളതാണ്. അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം ആ ഒരു ഇൻ്റർസെക്റ്റ് പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്ത് വന്നിരിക്കുന്നത് കാണാം. ഇത്രയും കാര്യങ്ങളാണ് ജിയോജിബ്രയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് പരിശോധിക്കുക. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.